ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കുത്തിയോട്ട വ്രതാനുഷ്ഠാനത്തിന് തുടക്കമായി. 3-ാം ഉത്സവ ദിവസം മുതലാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത്. ആറ്റുകാൽ ഉത്സവത്തിന് പൊങ്കാല അർപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമായതാണ് കുത്തിയോട്ട വ്രതാനുഷ്ഠാനവും. 12 വയസ്സിൽ താഴെയുള്ള ബാലന്മാരാണ് കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നത്. മഹിഷാസുര മർദിനി ദേവിയുടെ പരിക്കേറ്റ യോദ്ധാക്കളെയാണ് ഈ കുത്തിയോട്ട വ്രതക്കാർ പ്രതിനിധീകരിക്കുന്നത്. 592 ബാലന്മാരാണ് ഇത്തവണ വ്രതം അനുഷ്ഠിക്കുന്നത്. ഉത്സവത്തിന്റെ 3-ാം നാൾ കുട്ടികൾ ക്ഷേത്ര പുരോഹിതനിൽ നിന്നും പ്രസാദം സ്വീകരിച്ച് മനസ്സും ശരീരവും ശുദ്ധിയാക്കുന്നതിനായി 7 ദിവസത്തെ തപസ് ആരംഭിക്കുക എന്നതാണ് അനുഷ്ഠാനം. 1008 നമസ്കാരങ്ങളാണ് പൂർത്തീകരിക്കുന്നത്. രാവിലെ 2:30-ക്ക് 2:30-3 മണിക്ക്, കാരണം കുട്ടികളുടെ എണ്ണം കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇത്രയും നേരത്തെ എണീക്കേണ്ടി വരുന്നത്. 3 മണിക്കൊക്കെ എണീറ്റ് കുളിച്ച് ആദ്യത്തെ നമസ്കാരം, പിന്നെ വീണ്ടും 11 മണിയാകുമ്പോൾ കുളിച്ച് നമസ്കാരവും കഴിഞ്ഞ് ഭക്ഷണം, അത് കഴിഞ്ഞ് വീണ്ടും 2:30-3 ആകുമ്പോൾ കുളിക്കും. അത് കഴിഞ്ഞിട്ട് ദീപാരാധന തൊഴും. ഭക്ഷണ നിയന്ത്രണവും മാനസിക ശാരീരിക ശിക്ഷണങ്ങൾ കൈക്കൊള്ളുക എന്നതിലുമൊക്കെ ഉപരിയായി കുത്തിയോട്ട ബാലന്മാർ രാവിലെയും വൈകുന്നേരവും 1008 തവണ സാഷ്ടാംഗം പ്രണമിച്ച് ദേവീദാസന്മാരായി തീരുകയും ചെയ്യും. പൊങ്കാല തർപ്പണത്തിനു ശേഷം വൈകിട്ട് കിരീടവും ആടയാഭരണങ്ങളും ധരിപ്പിച്ച് ദേവീസന്നിധിയിൽ ബാലന്മാർക്ക് ചൂരൽ കുത്തും. തുടർന്ന് പുറത്തെഴുന്നള്ളുന്ന ദേവിക്ക് കുത്തിയോട്ട വ്രതക്കാർ താളമേളങ്ങളുടെ അകമ്പടി സേവിക്കും. മണക്കാട് ശാസ്താവ് ക്ഷേത്രത്തിലെത്തി ചൂരൽ അഴിക്കുന്നതോടെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് സമാപനമാകും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.